അപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിനിയെ ടി.സി. വാങ്ങി മറ്റു സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചോ? അതെ. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എന്റെ കുട്ടിന്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. അവരും ധരിച്ചിരിക്കുന്നത് തന്നെയല്ലേ ധരിച്ചിരിക്കുന്നത്. അതിലെന്ത് ഭയപ്പാടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവര് സമത്വം, രാജ്യത്തിന്റെ മതേതരത്വം, ഇതൊന്നും ഈ ഷോള് ധരിക്കുമ്പോൾ എവിടെയാണ് നഷ്ടപ്പെടണമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊടുത്ത പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി നീതിപൂർവമായ ഒരു തീരുമാനം എനിക്ക് കിട്ടുകയും അതിന് ഞാൻ നമ്മുടെ കേരള സർക്കാരിനോട് നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, നമ്മുടെ അവിടെ വളരെ സെൻസിറ്റീവായ ഏരിയയാണ്. അവിടെ ഒരു പ്രശ്നം നടക്കാൻ, അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തിട്ട് ആണ് ഞാൻ അന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടത്, ജനപ്രതിനിധികൾ വന്നപ്പോൾ. കാര്യം ഞാനും എന്റെ മകളും എന്റെ കുടുംബവും കാരണം ആ പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് അന്ന് സമ്മതിച്ചത്. അതിനുശേഷമാണല്ലോ ഈ വിധി, മറ്റു വിധികൾ വന്നത്. അപ്പോഴും വിധി വന്നപ്പോഴുള്ള അവരുടെ നിലപാടും കണ്ടല്ലേ. പറഞ്ഞോ ഇനി ആ സ്കൂളിലേക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞോ? അവളത് തന്നെയാണ് പറയുന്നത്. അവൾക്ക് ഇനി അവിടെ പഠിക്കാനും മറ്റു വിദ്യാർത്ഥികളെ, സഹപാഠികളെയും ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പഠിക്കേണ്ട, എനിക്ക് വേറെ സ്കൂളിൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ മകളുടെ വിദ്യാഭ്യാസമാണ് വലുത്. എനിക്ക് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഒരു രക്ഷിതാവ് മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം ചോദിച്ചു. അതിന് വർഗീയവൽക്കരിക്കാൻ അവിടുത്തെ PTA പ്രസിഡന്റാണ് ഇത്രയും ബുദ്ധിമുട്ടിലാക്കിയത്. ഇത് അവിടെ സംസാരിച്ച് തീരേണ്ട ഒരു വിഷയമാണ്. അവിടുത്തെ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ ഈ രീതിയിലാക്കിയെടുത്തത്, ഇത്രയും വലിയ വിവാദമാക്കിയെടുത്തത്. ഞാൻ കുടുംബം ഇതിന്റെ മേലിൽ ഒരുപാട് സംഘർഷമാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ TC മേടിച്ച് പോവാന്നുള്ള തീരുമാനം. നിബന്ധനകൾ പാലിച്ചു വന്നാൽ സ്കൂളിലേക്ക് സന്തോഷത്തോടെ കയറ്റും എന്നുള്ളതാണ് ഇന്നിപ്പോ സ്കൂൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിബന്ധനകൾ പാലിച്ച് അവളുടെ ആഗ്രഹം മാറ്റിവെച്ചിട്ട്, അവൾക്കുണ്ടായ വിഷമങ്ങളും മാറ്റിവെച്ചിട്ട് ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ എനിക്കും എന്റെ കുടുംബത്തിനും താല്പര്യമില്ല. കുട്ടിക്കും തീരെ താല്പര്യമില്ല. അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് കൂടെ നിന്നില്ല എന്നുള്ളൊരു തോന്നല് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്ഥാനം ആ കുട്ടിക്ക് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന നീതിപൂർവമായ മനുഷ്യത്വപരമായ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് വളരെ സങ്കടമുണ്ട്. വിദ്യാഭ്യാസിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഇവരിങ്ങനെ ഇത്രയും പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ നാളെ സമൂഹം ഇങ്ങോട്ട്